കയ്യേറ്റം ഒഴിപ്പിക്കാൻ വന്നാൽ കാല് തല്ലിയൊടിക്കുമെന്നാണ് ദേവികുളം MLA തഹസിൽദാറെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ CPMൻ്റെ നേതാക്കൾക്ക് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുകയാണ് പണ്ട് മുതലേ ഏറെ ഇഷ്ടം. അത് പണ്ടൊക്കെ നടന്നിരുന്നു, എന്നാൽ ഇപ്പോൾ എല്ലാം പുറം ലോകം അറിയുകയാണ്. നമുക്കറിയാം, ഈ ചാരിത്ര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മണിയാശാൻ എന്ന MM മണിയുടെ ശിഷ്യന്മാരാണ് ഇടുക്കിയിൽ കുറേ കാലങ്ങളായി ഇങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരാളാണ് ദേവികുളം MLA ആയ A. രാജ. ഇവർക്കെല്ലാം സർക്കാരിൻ്റെ ഭൂമി കയ്യേറ്റം ചെയ്യുന്ന ആൾക്കാരോടാണ് ഭയങ്കര സ്നേഹവും പ്രതിബദ്ധതയും ഉള്ളത്. അതുകൊണ്ട് ഈ കയ്യേറ്റത്തിന് നേരെ തിരിഞ്ഞാൽ കയ്യും കാലും വെട്ടിയൊടിക്കുമെന്ന് ആണിപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരെ ദേവികുളം MLA രാജ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭൂമിയിൽ കയ്യേറ്റം നടത്തിയ മുതലാളിമാരെ ആ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിച്ചതാണ് MLAയെ പ്രകോപിപ്പിച്ചത്. അതോടെ മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ CV ഗായത്രിയെയാണ് MLA ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. കളിച്ചാൽ റവന്യൂ ഉദ്യോഗസ്ഥർ അടിമേടിക്കുമെന്നാണ് MLA സംസാരത്തിനിടെ ഭീഷണിപ്പെടുത്തിയത്. നിയമം നോക്കിയാൽ ഈ നാട്ടിൽ കെട്ടിടങ്ങൾ ഉയരില്ല എന്നാണ് ഈ MLA പുങ്കവൻ ഫോൺ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ എത്ര വിവരമുണ്ട് ഇയാൾക്കെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിയമപരമായ കാര്യങ്ങളെ തനിക്ക് ചെയ്യാൻ കഴിയൂ എന്നായിരുന്നു പാവപ്പെട്ട തഹസിൽദാർ മറുപടി പറഞ്ഞത്. അതൊന്നും MLAക്ക് ഇഷ്ടപ്പെട്ടില്ല. അനധികൃത നിർമ്മാണം നടത്തുന്നത് വലിയ തെറ്റാണെന്ന് നിയമമുള്ള മൂന്നാറിൽ, കൂടാതെ ഇത് റവന്യൂ വകുപ്പ് തന്നെ നിരോധിച്ചിരിക്കുന്ന ഒരിടത്ത് റവന്യൂ ഉദ്യോഗസ്ഥരെ തന്നെ വിളിച്ച് കയ്യും കാലും തല്ലിയൊടിക്കുമെന്നും അതിന് ഉത്തരവാദപ്പെട്ട ഒരാളാണ് താനെന്നും പറയുന്ന ഈ മഹാൻ ഒരു MLA ആണോ അതോ പമ്പര വിഡ്ഢിയാണോ എന്നുള്ളതാണ് സംശയം. വനിതയായ മന്ത്രിക്ക് നേരെ നടന്ന ഇന്നത്തെ പ്രതിഷേധത്തിൽ, അതായത് റീത്ത് വച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സ്ത്രീ വിരോധവും അധാർമികവുമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന CPM എന്ന പാർട്ടിയുടെ ഒരു MLA തന്നെയാണ് ഇപ്പോൾ ഒരു വനിതയായ തഹസിൽദാരുടെ കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് നേരിട്ട് വിളിച്ചു പറയുന്നത്. പിണറായി വിജയൻ്റെ കീഴിലുള്ള MLAമാർ കാട്ടുകള്ളന്മാർക്ക് വേണ്ടി അങ്ങനെ ചെയ്താലൊന്നും അത്ഭുതപ്പെടാനില്ല. ഏതായാലും കയ്യേറ്റക്കാർക്ക് നോവുമ്പോൾ ഇയാൾക്കും ഉള്ള വിഷമം എത്ര ഭംഗിയായിട്ടാണ് ഭീഷണിയുടെ സ്വരത്തിൽ പുറത്തു വന്നത് എന്ന് നമുക്ക് കേട്ടു നോക്കാം. അവരോട് പറഞ്ഞേക്കണം, മര്യാദയ്ക്ക് നല്ല കയ്യും കാലം തല്ലി പിടിക്കും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ സ്റ്റാഫുകളോട്, നടരാജൻ അടക്കമുള്ള ആളുകളോട് കേട്ടോ, ഇതുവരെ നമ്മൾ പറഞ്ഞ മാന്യമായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞത്. ആ മാന്യമായിട്ടുള്ള ഭാഷ കേൾക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അറിവില് അവരാരും തന്നെ ഞാൻ വരാതെ ഒരു സ്ഥലത്തും വന്ന് അവര് കേസുകൾ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലാതെ ഞാനല്ല പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ആളാ പറയുന്നത്.